Assalamualaikum, welcome back to my channel and Little World. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനത്തെ ഒരു ഡെക്കറേറ്റീവ് ബോൾ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ സാധനം എന്താണ്. അപ്പം ഇത് നമ്മളെ ക്രിസ്മസ് ട്രീ ഇല്ല, അന്ന് നമ്മൾ ഉണ്ടാക്കിയ വേറെ ടൈപ്പ് ബോൾ ഉണ്ടാക്കിയിട്ടില്ല, ഞങ്ങൾ ഉണ്ടാക്കിയ വേറെ ടൈപ്പ് ബോളാണ്. അപ്പോൾ അതിനെക്കാട്ടും ഭംഗിയുള്ള ഒരു ബോളല്ല ഇത്. അപ്പോൾ ഞാൻ ഇതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുക, ഇതിൻ്റെ സാധനങ്ങൾ നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം. ആദ്യം തന്നെ ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. കണ്ടോ, ഇതിൽ പല കളറും ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കളർ ചേർക്കാം, അല്ലെങ്കിൽ ഒറ്റ ഒരു ഇത് ഫുള്ള് ഓറഞ്ച് ആക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ പതിക്കെ ഓറഞ്ചും പതിക്കെ റെഡും പകുതിയെ അങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് ഫുള്ള് ഡിഫറെൻറ്റ് കളേഴ്സ് ആക്കാം. അങ്ങനെ പല മോഡലും ചെയ്യാം. അപ്പം അങ്ങനത്തെ കുറച്ച് കളേഴ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി എടുത്തതാണ്. പിന്നെ ഈ റിബണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. നിങ്ങളെ ബോളിനെ അനുസരിച്ചിട്ട് റെഡ് ആയതുകൊണ്ട് പിന്നെ ഭംഗിയുണ്ട്. അപ്പം നിങ്ങളെ ബോളിനെ അനുസരിച്ചിട്ടുള്ള റിബണിൻ്റെ കളർ എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ ഇതാണ്. അതായത് റിബൺ എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറാകും. പിന്നെ ഈ ഷീറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറാണ്. ഞാൻ അവിടെ ബ്ലൂ കൊടുത്തിട്ടുണ്ട്, പിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇതാ ഇങ്ങനെ ഡിഫറെൻറ്റ് ഇതിൽ ഒട്ടിക്കാൻ ഞാൻ അവിടെ പല കളേഴ്സായിട്ട് സിൽവർ, ബ്രൗൺ, റെഡ്, ഓറഞ്ച് അങ്ങനെ പല കളേഴ്സായിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത്. നിങ്ങൾ വേണമെങ്കിൽ ഓറഞ്ച് പിന്നെ റെഡ് ഒരു ഭാഗം അങ്ങനെ നല്ല ഭംഗിയിലാക്കി ഒട്ടിക്കാം. പറഞ്ഞുതരാം. ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 5 സെൻറ്റിമീറ്റർ ആണ്. ഇത്ര 5 സെൻറ്റിമീറ്റർ 5. ഇതിൻ്റെ വിടുത്ത് എന്ന് പറഞ്ഞാൽ 2 സെൻറ്റിമീറ്റർ ആണ്. ഇതിൻ്റെ വിടുത്ത് 2 സെൻറ്റിമീറ്ററും ഇവിടെ 2 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനവിടെ ഇതേമാതിരി നീളത്തിൽ കട്ട് ചെയ്തിട്ടത് 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ലെങ്ത്തിൽ ഇതാക്കാം, ലെങ്ത്തിൽ കട്ട് ചെയ്യാം. അതായത് ഒരു 5 സെൻറ്റിമീറ്ററിൽ എല്ലാ പീസും കട്ട് ചെയ്യണം. ഈ ലെങ്ത്തിൻ്റെ വെച്ച് പിന്നെ ഇതിങ്ങനെ ദിമ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്താലും മതി. സിമ്പിളായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായി നമ്മൾ ഈ ഭാഗം ഗ്ലിറ്റർ ഷീറ്റുള്ള ഭാഗമാണെങ്കിൽ അത് ഇങ്ങനെ ആക്കണം, ഈ ഭാഗത്തിലാക്കണം. മനസ്സിലാവും. നമുക്ക് സെൻറ്ററിൽ ഒട്ടിക്കാൻ പാടില്ല, ഏറ്റവും താഴെ, അതായത് ഇവിടെ ഈ താഴെ നമ്മൾ ഇതൊട്ടി കൊടുക്കണം. ഗ്ലൂ നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഒട്ടിച്ച ഈ ഭാഗമല്ല നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തുടങ്ങേണ്ടത്. ഈ ഭാഗം മടക്കുക അതുള്ള ഈ ഭാഗമാണ് നമ്മൾ. അപ്പം ഇവിടെ തൊട്ടിട്ട് ഇങ്ങനെ കുറച്ച് താഴെ എത്തണം, പക്ഷെ ഒന്നാം കട്ടായി പോകരുത്. അങ്ങനെ നല്ല തിന്നാക്കി ചെയ്യണം. ഫസ്റ്റത്തെ നല്ല തിന്നാവണേ. അതേമാതിരി ഇങ്ങനെ എല്ലാതും ചെയ്ത് കൊടുക്കും. ഇപ്പം കണ്ടില്ല, അടിഭാഗം വിട്ടിട്ടില്ല, മേലെ നല്ലപോലെ കട്ട് ചെയ്ത് കണ്ടോ, നല്ലപോലെ ശരിയായി കിട്ടി. അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഗ്ലൂ കൊടുത്തിട്ട് ഇതിൻ്റെ അടിയിൽ ഈ ഭാഗത്ത് തന്നെ നമ്മൾ നേരത്തെ തേച്ച മടക്കിയതിൻ്റെ ഇപ്പുറത്തെ ഭാഗം, കട്ട് ചെയ്യാത്തതിൻ്റെ ഭാഗം ഇങ്ങനെ ഒന്ന് ഗ്ലൂ ഒന്ന് തേച്ച് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഇത് നമുക്ക് വേണമെന്ന് ചുരുട്ടി കൊടുക്കാം, റോൾ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കാം. കുറച്ച് നേരം പിടിച്ചിക്കണം, അല്ലെങ്കിൽ ഇത് വിട്ടുപോരുക. കുറച്ച് നേരം ഒന്ന് പിടിച്ചിക്കാം. വേണ്ട, അത് ഒട്ടിയിട്ടുണ്ട്. നമ്മളിതൊന്നും ഒന്ന് വിടർത്തി കൊടുക്കുക. ഒട്ടിക്കഴിഞ്ഞ ശേഷം ഇതൊന്ന് നല്ലൊന്നും വിടർത്തി കൊടുക്കണം. അപ്പം ഇങ്ങനെ
നമ്മളെ ബ്ലൂ റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഇതാ ഗ്രീൻ റെഡി, വൈറ്റും റെഡി, ഇവിടെ പിന്നെ ബ്ലൂ റെഡിയായി, പിന്നെ 3 ഗോൾഡൻ ഉണ്ട്. നമുക്ക് സെൻറ്ററിലായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാം. ഓക്കെ, അപ്പം നമ്മളിതൊക്കെ ഞാനിവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതെന്ന് പറഞ്ഞാൽ ഈ ബോളുമൽ ഇത്ര ഉണ്ട്. ഈ ബോളുമലാണ് നമ്മളിതൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കണത്. പിന്നെ ഇതിൻ്റെ എത്ര എണ്ണം എന്ന് പറഞ്ഞാൽ ഈ ബോളിൻ്റെ ഇതനുസരിച്ചിട്ടാണ്. ഈ ബോളിന് എത്ര ഇതാവും, എത്ര ഫില്ല് ചെയ്യാൻ പറ്റും, അതിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ എണ്ണം. അപ്പോൾ എനിക്ക് ഇത്ര വലിയ ബോളാണ്, കുറച്ചൊക്കെ വലിപ്പമുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും ഫില്ല് ചെയ്യാൻ അതിൽ. അപ്പോൾ നമുക്ക് ഇനി സ്റ്റിക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. സെൻറ്ററിൽ നിന്ന് തുടങ്ങാം. ഞാൻ അവിടെ ഒരു കൂൾഡ് ആക്കണേ. അപ്പോൾ ഞാൻ കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ ചുറ്റും ഗ്രീൻ ഒട്ടിച്ചെടുക്കാം. നമ്മളിങ്ങനെ ഇത് ഒട്ടിക്കുമ്പോൾ അടുത്തടുത്തായിട്ട് സ്പേസ് കാണാതെ ഒട്ടിക്കണം. നമുക്കിവിടെ ഒന്നും കൂടെ ഒട്ടിക്കാം. ചെറുതാവേണ്ടി വരുവേ. ഇത് ഓ, ഇപ്പം നമ്മൾ ഫസ്റ്റത്തെ സെക്കൻഡ് എന്ന് പറയാം. ഇങ്ങനത്തെ ആകുമ്പോൾ ഫസ്റ്റ് ഗ്രീന് ഒട്ടിച്ച് നമുക്ക് ഇതാ നമുക്ക് ഈ സെക്കൻഡ് റൗണ്ടിലും ഗ്രീൻ ഒട്ടിക്കാം. ഈ എൻഡിങ് ഇതാ അത് ഇവിടേക്ക് ഇങ്ങനെ ഇതാക്കിയിട്ട് ഈ സൈഡിലേക്ക് ആക്കിയിട്ട് ഒട്ടിക്കണം. നമുക്കിനി ഒട്ടിക്കാം. നമുക്ക് ഇതേമാതിരി ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ഒട്ടിച്ചു പോകണം. ഞാനിപ്പോൾ ഒരു ഭാഗം ഇത് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ സെൻറ്ററിലായിട്ട് നമുക്ക് ബ്ലൂ ഒട്ടിക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ബ്ലൂ ഒട്ടിക്കാൻ ഇവിടെ ഒന്ന് ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള ഒട്ടിക്കാം. ഇപ്പോൾ ബ്ലൂവും കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ സെൻറ്ററിലൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. കണ്ടോ, നമുക്ക് ഈ ഇങ്ങനത്തെ ഒരു ത്രെഡ് ഇതേമാതിരി ഒരു ഹാങ് ഒരു ത്രെഡ് നമുക്ക്
ഇതൊന്നുമില്ല, ചുമ്മാ അങ്ങനെ ഒന്ന് മടക്കി വെച്ച് കൊടുത്തതാണ്. ഇവിടെ നിന്ന് കേവായിട്ട് മടക്കി വെച്ച് കൊടുത്തതാണ്. നമുക്കിത് ഇതിൻ്റെ 2 സൈഡായിട്ട് ഒട്ടിക്കാം. അങ്ങനെ അതായത് ഇതേമാതിരി. എങ്ങനെയുണ്ട് എൻ്റെ ഡെക്കറേറ്റീവ് ബോർഡ്? ഇഷ്ടമായോ? എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് എഴുതുക. അപ്പോൾ അഭിപ്രായങ്ങളും ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആകെ പറയണം. അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ അത് നോക്കിയാൽ ഞാൻ ഇതുപോലെ ചെയ്യണ അടിപൊളി ക്രാഫ്റ്റ്സും റെസിപ്പീസും വ്ളോഗ്സൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പം ഇഷ്ടമായി ലൈക്ക് ചെയ്യണം മറക്കരുത്. അപ്പോൾ ബൈ, അസ്സലാമു അലൈക്കും, സീ യു നെക്സ്റ്റ് വീഡിയോ.